17കാരിയെ വെച്ചുകൊണ്ടുള്ള സജിനയുടെ പുതിയ കള്ളത്തരം. എല്ലാവർക്കും നക്ഷത്ര വ്ലോഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സജിനയുടെ ഒരു വീഡിയോ ഈ അടുത്ത് വന്നിരുന്നു. ആ വീഡിയോ കണ്ടാൽ അവർ പെരുങ്കള്ളി എന്ന് വിളിച്ചാൽ കുറഞ്ഞു പോകും. ഇവരൊരു വോയിസ് റെക്കോർഡിനെ കുറിച്ചാണ് അതിനകത്ത് പറയുന്നത്. അതായത് ജൂൺ 19 ഈ പറയുന്ന ഫിറോസ് ഹോട്ടലിൽ കൊണ്ടുപോയി എന്ന് പറയുന്ന 17 വയസ്സുകാരുടെ വോയിസ് റെക്കോർഡ് പുറത്തു വന്നിരുന്നു. ആ വോയിസ് റെക്കോർഡിനകത്ത് ആ പെൺകുട്ടിയുടെ പേര് വരെ പുറത്തു വന്നിരുന്നു. അത് പല യൂട്യൂബേഴ്സും കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ വോയിസ് റെക്കോർഡ് പല യൂട്യൂബേഴ്സിനും സപ്ലൈ ചെയ്യുന്നത് സജിനയാണ്. ഇവരുടെ കയ്യിൽ നിന്നാണ് ഇത് പോയിരിക്കുന്നത്. ഒരു കാരണവശാലും ഇത് പുറത്തു പോകില്ല എന്ന് ആ കുട്ടിക്ക് ഉറപ്പ് കൊടുക്കുന്നത് ആ വോയിസ് റെക്കോർഡിനകത്തുണ്ട്. എന്നിട്ടാണ് ഈ നാണം കെട്ട പരിപാടി കാണിച്ചിരിക്കുന്നത്. അത് പുറത്തു വിട്ടത് സജിനയാണ്. ഈ വൃത്തികെട്ട പരിപാടി കാണിക്കുന്നതിന് മുമ്പ് ആ കുട്ടിയുടെ പേരെങ്കിലും മാറ്റിയിട്ട് കൊടുക്കാമായിരുന്നു അവർക്ക്. എന്നിട്ട് വീഡിയോയിൽ വന്നിരുന്ന് മെഴുകുകയാണ്. അത് പിന്നെ സ്വാഭാവികമാണല്ലോ. കള്ളങ്ങളെല്ലാം ഒരു ചീട്ടുകൊട്ടാരം പോലെ ഇങ്ങനെ പണിഞ്ഞു വെച്ചേക്കുവാണല്ലോ. അതെപ്പോൾ വേണമെങ്കിലും തകർന്നു വീഴാമെന്ന് സജിന മനസ്സിലാക്കുന്നില്ല. എന്താണ് ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. സജിനയുടെ വേർഷനാണ് സജിന പറയുന്നതാണ്. 17 വയസ്സുള്ള പെൺകുട്ടിയും ഞാനും സംസാരിക്കുന്നതിൻ്റെ വോയിസ് റെക്കോർഡുകൾ ഇങ്ങനെ പ്രചരിക്കുന്നതായി കാണുന്നുണ്ട്. കേസ് നടക്കുന്ന വിഷയമാണ്. അതുകൊണ്ടാണ് ഞാൻ ആ ക്ലിപ്പുകളൊന്നും കേൾപ്പിക്കാത്തത്. 2 ചാനലുകളെ ഞാൻ ആ റെക്കോർഡ് ഇതാണ് സംഭവം എന്ന് കാണിക്കാനും വേണ്ടിയായിരുന്നു അവർക്കത് കൊടുത്തത്. നിയമവശം അറിയാവുന്നത് കൊണ്ട് അവരത് പുറത്തുവിട്ടില്ല. പിന്നെ അതെങ്ങനെ ലീക്കായെന്ന് ചോദിച്ചാൽ അത് ദിയാസനയുടെ കയ്യിൽ നിന്ന് തന്നെയാണ്. ഞങ്ങളെക്കുറിച്ചുള്ള പല കാര്യങ്ങളും തെളിവായി ദിയാസനയുടെ കയ്യിലുണ്ട്. ഞങ്ങൾ തമ്മിൽ അടിയുണ്ടാക്കുന്നത് പോലും ഫുൾ വെൽ പ്ലാൻഡായി റെക്കോർഡ് ചെയ്യിപ്പിച്ചാണ് എല്ലാം പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്. എന്നെ പ്രകോപിപ്പിക്കാനായി ഓരോന്ന് പറയും. അത് കേട്ട് ഞാനും പലതും വിളിച്ചു പറയും. അദ്ദേഹത്തിന് ട്രിഗറാവുന്ന രീതിയിൽ ചില കാര്യങ്ങൾ പറയും. അതും റെക്കോർഡ് ചെയ്യും. അതൊക്കെയാണ് അവരിങ്ങനെ പുറത്തു വിടുന്നത്. സ്വന്തം കാര്യത്തിൽ വിശ്വാസമുണ്ടാവില്ലേ എല്ലാവർക്കും? അങ്ങനെയെങ്കിൽ പോയി ടെസ്റ്റ് ചെയ്യൂ. അതല്ലേ ആദ്യം വേണ്ടത്. ഈ വോയിസ് റെക്കോർഡ് ലീക്കായതിന് പിന്നിൽ ദിയ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞങ്ങളുടേതുപോലെ അല്ല 17കാരിയുടെ വോയിസ് ക്ലിപ്പ് പ്രചരിപ്പിക്കുന്നത്. ഞാൻ നേരത്തെ കേസ് ഫയൽ ചെയ്തതാണ് ഈ വിഷയത്തിൽ എന്നൊക്കെയാണ് സജിന ആ വീഡിയോയിൽ പറയുന്നത്. കേസ് ആവുമെന്നറിഞ്ഞപ്പോൾ പുതിയ അടവുമായി ഇറങ്ങിയേക്കുവാണ്. ആ റെക്കോർഡ് പുറത്തു വിട്ടത് സജിന അല്ലെന്നും പറഞ്ഞു. ഡിജിറ്റൽ തെളിവാണ്. അതിൽ എങ്ങനെ കള്ളത്തരം കാണിക്കാൻ പറ്റും? നാക്കുകൊണ്ടടിച്ച് ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് പോലെയല്ല ഡിജിറ്റൽ തെളിവുകൾ. അതിൽ അറിയാൻ പറ്റും ആരാണ് അയച്ചത് എന്ന്. അതുകൊണ്ട് ഈ കേസ് വന്നാൽ കുടുങ്ങാൻ പോകുന്നത് സജിനയാണ്. എല്ലാവർക്കും അയച്ചു കൊടുത്തത് സജിനയാണ് എന്ന് അതോടുകൂടി തെളിയും. കാരണം അതിൻ്റെ പ്രൈമറി സോഴ്സ് സജിനയുടെ കയ്യിലാണ്. സജിനയാണ് ആ കുട്ടിയുടെ അടുത്ത് സംസാരിച്ചത്, അത് റെക്കോർഡ് ചെയ്തത്. അതുകൊണ്ട് തന്നെ കേസ് വന്നാൽ ഇതെല്ലാം നോക്കും. അപ്പോൾ സജിന കുടുങ്ങും. ഇത്രയും കൊള്ളരുതായ്മ കാണിച്ചിട്ട് ഒരു ഉളുപ്പുമില്ലാതെ വന്നിരുന്ന് കള്ളത്തരം മാത്രം പറയാൻ സജിനയ്ക്കേ പറ്റൂ. എങ്ങനെ സാധിക്കുന്നു ഇത്? സത്യം പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല. ഇങ്ങനെ കുറേ ജന്മങ്ങൾ. സജിന അറിയാഞ്ഞിട്ടാണോ അതോ അറിഞ്ഞ ഭാവം നടിക്കാണോ എന്നറിയില്ല. സജിന പറയുന്നതൊന്നും ആരും വിശ്വസിക്കുന്നില്ല. എന്തായാലും ഓരോ കള്ളങ്ങൾ പറഞ്ഞ് പിടിപ്പിച്ച് നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ വിഷയം ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും മറക്കരുത്. എൻ്റെ വീഡിയോ കാണുന്നവർ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സഹായിക്കണം.